അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, പരീക്ഷ കഴിഞ്ഞു. പരീക്ഷാ പേപ്പറൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുകയാണ്. എല്ലാവരും നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞിട്ടുള്ളത്. പരീക്ഷ എളുപ്പമായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ലിസാനുൽ ഖുർആനും കൂടുതൽ എളുപ്പമായി കാണപ്പെട്ടു എന്നും ഒരു അഭിപ്രായം ഞാൻ കേട്ടു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം പരീക്ഷകളൊക്കെ എളുപ്പമായിരുന്നു. നിങ്ങൾക്ക് ഏത് വിഷയമാണ് ഏറ്റവും ബുദ്ധിമുട്ടായത് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇനി അങ്ങോട്ട് നമ്മൾ ഏതെല്ലാം വിഷയങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്ന് ലിസാനുൽ ഖുർആനിലെ 8ാമത്തെ പാഠമാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് എൻ്റെ എന്ന് അറബിയിൽ എങ്ങനെ പറയാം. എൻ്റെ പേര്, എൻ്റെ സ്ഥലം, എൻ്റെ ഉപ്പ. നമ്മൾ ഇംഗ്ലീഷിൽ മൈ എന്ന് പറയാറുണ്ടല്ലോ. നിങ്ങൾ ഇത്ര പഠിച്ചു വെച്ചാൽ മതി. ഒരു വേർഡിൻ്റെ ലാസ്റ്റിൽ ഒരു യാ കൊടുത്താൽ മതി. അപ്പോൾ കിതാബ്, എക്സാമ്പിൾ കിതാബ് എന്നുള്ള വേർഡാണെങ്കിൽ പ്ലസ് യാ, അപ്പോൾ എന്തായി കിതാബി. യാവ് വരുന്നതുകൊണ്ട് കെസർ, കിതാബി എന്നായി കൊടുക്കുക. യാവ് വരുന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, കെസറിട്ട് കൊടുത്തത്, കിതാബി. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പാഠം നോക്കാം. അല്ലാഹു റബ്ബി, ഹാദ ഉസ്താദി, ഇത് എൻ്റെ ഉസ്താദാണ്. പിന്നെ ഹാദ അഹി, ഇതെൻ്റെ സഹോദരനാണ്. ഹാദിഹി ഉഖ്തി, ഇതെൻ്റെ സഹോദരിയാണ്. ഓക്കെ, ഇതിൽ ഹാദ വന്നു, ഹാദിഹി വന്നു. ഹാദിഹിയാണ് ഉഖ്ത്, ഗേൾ ആയതുകൊണ്ട് ഹാദിഹിയായി. ഇത് രണ്ടും ബോയിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്ന് നമുക്ക് എൻ്റെ എന്ന് പഠിക്കാണ്ട്, അതേപോലെ ദാറ്റും ദിസ്സും ഉണ്ട്. ഓക്കെ, അടുത്തത് ദാലിക് കിതാബി, അത് കിതാബാണ്, പുസ്തകമാണ്. ആരുടെ പുസ്തകമാണ്? കിതാബി, എൻ്റെ പുസ്തകമാണ്. പിന്നെയോ തിൽക്ക ഹക്കീബത്തി, അത് എൻ്റെ ബാഗാണ്. അല്ലാഹു റബ്ബി, അള്ളാഹു എൻ്റെ റബ്ബാണ്, രക്ഷിതാവാണ്. ഇവിടെ ദാലിക്കയും തിൽക്കയും വന്നിട്ടുണ്ട്, ദാറ്റ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ. മുഹമ്മദ് നബി എൻ്റെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, ഇതാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിലെ കുറച്ച് ചോദ്യവും ഉത്തരവും എങ്ങനെ വരുന്നുണ്ട് നോക്കുക. അത് കഴിഞ്ഞു. ഒന്ന്, മാ ഹാദ, ഇതെന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഹാദ കിതാബുൻ, അത് പുസ്തകമാണ്. പക്ഷേ ഇത് ആരുടെ പുസ്തകമാണ്? എൻ്റെ പുസ്തകമാണ്. ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു പുസ്തകം കൊണ്ട് കളിക്കുന്ന സമയത്ത് സാറ് ചോദിക്കുകയാണ്, ഉസ്താദ് ചോദിക്കുകയാണ് ഇത് ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇതെൻ്റെ പുസ്തകം തന്നെയാണ് എന്ന് പറയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റിൽ ഒരു യാട്ട് കൊടുത്തു, ഹാദ കിതാബി, ഇത് എൻ്റെ പുസ്തകമാണ്. മൻ ഹാദ, ഇതാരാണ്? നമ്മളൊരു സുഹൃത്തിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുകയാണ് ഇതാരാണ് എന്ന് വേറൊരാൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? ഹാദ അഹി, ഇതെൻ്റെ സഹോദരനാണ്. അല്ലെ ഹാദ സൊദീഖി, ഇതെൻ്റെ കൂട്ടുകാരനാണ്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെന്നപ്പോൾ അവിടെ എന്തോ ഒരു ബോക്സ് കണ്ടു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് മാ ഹാദിഹി, ഇതെന്താണ്? അപ്പോൾ എന്താ പറഞ്ഞാൽ ഹാദിഹി ഹക്കീബത്തുൻ, ഇത് ബാഗാണ്. ഓക്കെ, താഴ് വന്നതുകൊണ്ട് ഹാദിഹി വന്നു. മൻ ഹാദിഹി, ഇതാരാണ്? ഹാദിഹി ഉഖ്തി, ഇതെൻ്റെ സഹോദരിയാണ്. ഓക്കെ, ഇനി മാ ഹാദ, ഇതെന്താണ്? അപ്പോൾ ഹാദ വന്നാൽ നമ്മൾ പറഞ്ഞു ലാസ്റ്റിൽ താ ഇല്ലാത്തത് വരണം. അപ്പം ഹാദ കലമി, ഇതെൻ്റെ പേനയാണ്. മാ ദാലിക്ക വന്നാലും ലാസ്റ്റിൽ താ ഇല്ലാത്തത് വരണം. ദാലിക്ക മിർസമി, ഇതെൻ്റെ പെൻസിലാണ്. മൻ തിൽക്ക, അതാരാണ്? അപ്പോൾ താ ഉള്ളത് വരണം, അല്ലെങ്കിൽ ഗേൾ വരണം. അപ്പോൾ പറയുക തിൽക്ക ഉമ്മി, ഇതെൻ്റെ ഉമ്മയാണ്. മൻ ഹാദ, അതാരാണ്? ഹാദ അഹി, അതെൻ്റെ സഹോദരനാണ്. അപ്പോൾ ഈ പാഠത്തിൽ ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇതിലുള്ളൂ. നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ദിസ്, ദാറ്റ് എന്നുള്ളതാണ്. ദിസിന് നമ്മൾ ഹാദ എന്ന് പറയും, ദാറ്റിന് നമ്മൾ തിൽക്ക എന്ന് പറയും. ലാസ്റ്റിൽ നമ്മളൊരു യാ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു പുസ്തകം, കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകമാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു യാ ആഡ് ചെയ്ത് കൊടുത്താൽ അതെന്ത് ചെയ്തു, എൻ്റെ പുസ്തകമായി, കിതാബി എൻ്റെ പുസ്തകമായി. ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ ആരെ പുസ്തകമാവും, അല്ലെങ്കിൽ എല്ലാവർക്കും പുസ്തകമുണ്ട്. പക്ഷെ എൻ്റെ പുസ്തകമാണെന്ന് എങ്ങനെ പറയണം? ഒരു പ്ലസ് ഒരു യാ ലാസ്റ്റിലിട്ട് കൊടുക്കുക. അപ്പം കിതാബി ആരെ പുസ്തകമായി, മൈ ബുക്ക്, എൻ്റെ പുസ്തകമായി. ഇത്രയും നമുക്കിതിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും.